അലീന വന്ന സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ് രേവതിക്കുട്ടി. അലീനയെ വിളിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് ചെല്ലുക മാമച്ചാനും ഗ്രേസമ്മയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അലീന വന്നത് കൊണ്ടുള്ള തുള്ളലാണ്. ഇപ്പം നമ്മളെ ഒന്നും അവൾക്ക് വേണ്ട എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ വേണ്ട, ഇത് എൻ്റെ ചേച്ചിയാണ് എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. നിൻ്റെ ചേച്ചിയാണോ? എന്നിട്ട് നീ ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ലല്ലോ ചേച്ചിക്ക്, ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി മിണ്ടാതെ നിൽക്കുകയാണ്. വാ കൊച്ചെ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഗ്രേസമ്മ അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് പോവാൻ നേരത്ത് വേണ്ട, എൻ്റെ ചേച്ചിക്ക് ഞാൻ എടുത്തു കൊടുത്തോളാം, വേറെ ആരും എടുത്തു കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇതേ ഞങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ ഗസ്റ്റാണ് അലീന, അപ്പം ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയാണ് മാമച്ചാനും ഗ്രേസമ്മയും. അങ്ങനെ ഇപ്പം നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അലീനയും കൂട്ടിയിട്ട് കിച്ചണിലേക്ക് പോകുമ്പോൾ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയാണ് ഗ്രേസമ്മ. അങ്ങനെ അലീന നിൽക്കുമ്പോൾ അടുത്തേക്ക് വന്നിട്ട് വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി എന്ന് പറയാണ്. അല്ല മോളെ, അവിടെ എല്ലാവർക്കും നിന്നോട് സ്നേഹമാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ സ്നേഹമാണ്, കുറച്ച് പേർക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറയാണ് അലീന. അങ്ങനെ പിന്നെ വാ ചേച്ചി ജ്യൂസ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അലീനയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. മാമച്ചാനും ഗ്രേസും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണിലെത്തിയിട്ട് ചേച്ചിക്ക് ഏത് ജ്യൂസാണ് വേണ്ടത്, പൈനാപ്പിൾ വേണോ മാംഗോ വേണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് പച്ച വെള്ളം മതി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ചേച്ചി ഇവിടുത്തെ ഗസ്റ്റാണ്. ഞാൻ ഇവിടുത്തെ ഗസ്റ്റോ? ഞാൻ അവിടെ ഒരു വേലയ്ക്ക് നിൽക്കുന്ന പെണ്ണല്ലേ, ഒരു സെർവൻ്റ് അല്ലേ എന്ന് പറയുമ്പോൾ അത് ഇവിടെ ചേച്ചി ഗസ്റ്റാണ്, ഇവിടെ ചേച്ചിയാണ് സ്പെഷ്യൽ, ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ എന്ന്. ചേച്ചിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നീയല്ലേ മോളെ സ്പെഷ്യൽ, നിന്നേക്കാൾ കൂടുതൽ സ്പെഷ്യൽ വേറെ എന്താ ഇവിടെ ഉള്ളത് എനിക്ക് എന്ന് പറയണം. എന്താണെങ്കിലും ചേച്ചിക്ക് പൈനാപ്പിൾ അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തൊടിയിൽ ഉണ്ടായതാന്ന് പറയണേ രേവതിക്കുട്ടി. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മോളെ നീ മാമച്ചൻ സാറിനോടും ഗ്രേസം ആൻറ്റിയോടൊന്നും അങ്ങനെയൊന്നും സംസാരിക്കരുത്, നമ്മൾ നിൽക്കുന്ന തറ നമ്മൾ മറന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി അതൊന്നും കണ്ട് പേടിക്കേണ്ട, ടെൻഷൻ ആവണ്ട, ഇവിടെ ഇപ്പോൾ ഭരണം എനിക്കാണ്, ഞാനാണ് ഇവിടെ ഭരിക്കുന്നത്, ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മോളെ അങ്ങനെയല്ല, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മയത്തിൽ വേണ്ടി സംസാരിക്കാൻ, നീ കൊച്ചു കുട്ടിയായതുകൊണ്ട് അവരതൊക്കെ ക്ഷമിക്കുന്നതാകും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല ചേച്ചി, അവർ പാവങ്ങളാണ്, അവർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എന്ന് പറയണം. ആ ഇഷ്ടം കളയരുതിട്ടോ, നീ എന്തായി പറയണേ, ഇവിടുത്തെ ഭരണം നീ പിടിച്ചെടുത്തു, അവർ നിനക്ക് സമ്മതിച്ച് തന്നോ ഇവിടുത്തെ ഭരണമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭരണം തന്നതൊന്നുമല്ല, ഒരു അട്ടിമറിയിലൂടെ ഞാനത് സ്ഥാപിച്ചെടുത്തതാണ്, നേടിയെടുത്തതാന്ന് പറയുമ്പോൾ അപ്പോഴാണ് അലീന ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ, മോളെ നമ്മളെ മറക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെയൊന്നും ആവണ്ടായിരുന്നു, നീ ആ പാവം കുട്ടിയായാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് പോ ചേച്ചി, അവർക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ പെരുമാറുന്നത് കൊണ്ട് എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന കേട്ടോ. ആ സമയത്ത് അലീനയെ നിർബന്ധിച്ച് കസേരയിൽ ഇരുത്തുകയാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മടി കാണിക്കുമ്പോൾ അതൊന്നും വേണ്ട, ഇവിടെ പ്രോട്ടോക്കോളൊന്നും നോക്കണ്ട, ഇവള് വന്നേ പിന്നെ എല്ലാം തെറ്റിച്ചു എന്ന് പറയാണ് മാമച്ച. അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കാട്ടോ ഗ്രേസമ്മ. അതേസമയം ഭക്ഷണം അലീനയ്ക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടി. ആ സമയത്ത് ഗ്രേസമ്മ കുറച്ച് ചോറ് വിളമ്പുന്നുണ്ട്, അതിനുശേഷം മാമച്ചായൻ കുറച്ച് ചോറ് വിളമ്പ് കേട്ടോ. അത് കണ്ടപ്പോൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ പ്ലേറ്റ് മാറ്റിയിട്ട് കുറച്ച് വെജിറ്റബിൾ സാലഡിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇവളെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ ഞാനൊരു വെള്ളപ്പാച്ചിൽ ഒഴുകി വന്നതാ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വരത്തുള്ളൂ എന്ന് പറയാണ്. ഇവളുണ്ടല്ലോ, ഇവളിപ്പം ഞങ്ങളുടെ തോളിൽ കയറി ഇരുന്നിട്ടാണ്, തോളിൽ കയറിയിരിക്കാതെ എന്നിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കാന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ തലയിലും കയറിയിരിക്കുന്ന രേവതിക്കുട്ടി പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാതാവുകയാണ്. അലീന പറയുന്നുണ്ട് നമുക്ക് പിന്നെ ഇരിക്കാൻ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഗ്രേസിമ പറയുന്നത് അതൊന്നും വേണ്ട, ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നുള്ളൂ, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അലീനയെ ഇരുത്തുകയാണ്. അതേസമയം ഗ്രേസിമയുടെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കണ്ണ് വെട്ടിച്ച് ചോറ് തന്നെ വിളമ്പിയല്ലേ, അത്രയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറ് മാറ്റി എടുക്കുകയാണ്. അല്ല, വറുത്ത മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെന്താ വറുത്ത മീൻ എടുത്തേക്കണേ, പിന്നെ ഞങ്ങൾക്ക് വറുത്ത മീൻ കഴിക്കണ്ടേ, പൊരിച്ചതൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കഴിക്കണ്ട, ഇത് വേറെ ആൾക്കുള്ളതാന്ന് പറയുമ്പോൾ അത് ആർക്കാ, എനിക്കാണോ എന്ന് ചോദിക്കാം മാമച്ചായൻ. ഇത് അങ്കിളിനൊന്നുമല്ല, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അവർക്കുള്ളതാന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് കൊടുക്കേണ്ടത് എൻ്റെ അലീന ചേച്ചിക്ക് ഉള്ളതാണ് എന്ന് പറയുന്നു. നിൻ്റെ ഒരു അലീന ചേച്ചി ഇവളുടെ പറച്ചിൽ കേട്ടാൽ ഇവളുടെ മാത്രമാണെന്ന് തോന്നുന്നു, നാഴികക്ക് 40 വട്ടം അലീന ചേച്ചി എന്നാണ് പറയുക എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ മാത്രം അലീന ചേച്ചിയാണ്, വേറെ ആരും അവകാശം പറഞ്ഞു വരണ്ട എന്ന് പറയണം.
അങ്ങനെ രേവതിക്കുട്ടി അലീനയ്ക്ക് മീൻ വറുത്തത് കൊടുക്കുമ്പോൾ അതാർക്കാ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കുണ്ട് തരാലോ, അതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ട് മാമച്ചായൻ വേറൊരെണ്ണം എടുക്കാൻ പോകുമ്പോൾ അതേ തൊട്ട കൈവിട്ടും അത് എനിക്കുള്ളതാന്ന് പറയണം. അപ്പോൾ ഞങ്ങൾക്കും ചോദിക്കുമ്പോൾ ചെറിയ മീനുണ്ടല്ലോ കൊഴുവ പൊരിച്ചത് കൊണ്ടുപോയി 2 എണ്ണം വെച്ച് കൊടുക്കണം. ഇതെന്താ ഇത്ര ചെറുത്, ഇതാണോ ഞങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മാമച്ചായനും ഗ്രേസമ്മയും. അപ്പോൾ ഇത് തീരെ ചെറിയ മീനാണല്ലോ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് മീൻ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ എന്ന് പറയുമ്പോൾ മീൻ കൂട്ടാന്നല്ല, മീൻ കൂട്ടാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് കറി വെച്ച് കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് രേവതിക്കുട്ടി. ഇപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ അലീന, ഇവള് വന്നേ പിന്നെ ഞങ്ങൾ നേരാൻ വണ്ണം നന്നായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയണ്ടേ ആഹാ അങ്ങനെയാണോ പറയുന്നത്, അതിൻ്റെ കൂടെ ഇതുകൂടി പറയാത്തത് എന്താ, ഞാൻ വന്നേ പിന്നെ ഡോക്ടർക്ക് കൊടുക്കുന്ന സംഭാവന ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്ന സംഭാവന കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്താ പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഗ്രേസമ്മയോട് പറയുന്നുണ്ട് അതൊന്നും പറയത്തില്ല അല്ലേ, അതിപ്പോൾ ഇന്നെ എന്ന് പറയുമ്പോൾ അതേ ചേച്ചി ഞാൻ ഏത് സമയം ആഴ്ചയിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ അസുഖമെന്നും പറഞ്ഞ് പോയിരുന്നതാണ്, അതിപ്പോൾ മാസത്തിലായി എന്ന് പറയണം, ഇതിലും ഭേദം ഹോസ്പിറ്റലായിരുന്നു എന്ന് മാമച്ചായൻ പറയാട്ടോ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് അലീനയോട് കഴിക്കാൻ പറയുമ്പോൾ അലീനയ്ക്കാണെങ്കിൽ ആകെ വല്ലാതായിട്ട് ഇവളുടെ സംസാരം കേട്ടിട്ട് നിന്നെ ഞാൻ പിരിച്ചു വിട്ടേക്കുന്നു എന്ന് പറയാണ് മാമച്ചായൻ. അപ്പോൾ അലീന ആകെ വിഷമിച്ചൊന്നുണ്ട്. ആണോ എന്നാൽ ശരി നടക്കട്ടെ, ഏതുവരെ പോകുമെന്ന് എനിക്കറിയാലോ എന്ന് പറയണേ. കേട്ടോ അലീന, ഇവളുണ്ടല്ലോ ഇവളെ മിക്കവാറും ഇവിടെ നിന്ന് പിരിച്ചു വിട്ട് ഞാൻ വേറെ ആളെ വെക്കും എന്ന് പറയുമ്പോൾ എന്നാൽ അങ്കിൾ ആരെ ജയിക്കുകയെന്ന് നമുക്ക് കാണാം എന്ന് പറയണം. ഞാൻ തന്നെ ജയിക്കുള്ളൂ എന്ന് പറയണം. നിന്നെ പിരിച്ചു വിട്ടിട്ട് നീ പിരിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതേ ആൻറ്റി എന്നെ തിരിച്ചെടുക്കുന്നതുകൊണ്ടാണ്, എന്നെ ഒരു 150 തവണ പിരിച്ചു വിട്ടിട്ടാണ് ഈ സംസാരിക്കുന്നത് ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, കഴിക്കുക എന്ന് പറഞ്ഞ് ആ വറുത്ത മീൻ എടുത്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ രേവതിക്കുട്ടി. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ ഭക്ഷണം വിളമ്പി കൊടുക്കട്ടോ കൃഷ്ണയാണ് എല്ലാം എടുത്തു കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ എവിടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ ബബ്ദേച്ചി കിടന്ന് ഉറങ്ങാണ്, രോഹിയേട്ടൻ മുറ്റത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയണം. അമ്മയ്ക്ക് നീ ഫുഡ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തു. അലീന പോയി പിന്നെ നീയാണല്ലേ കെയർ ടേക്കർ എന്ന് ചോദിക്കുകയാണ്. അമ്മ പുറത്ത് പോയേക്കല്ലേ അച്ഛ, അപ്പം ഞാനിങ്ങനെ എടുത്തു വെച്ചു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രനും അതുപോലെ കൃഷ്ണമോളും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛാ അമ്മയോടൊന്ന് പറയണേ, ചേച്ചിയെ പറഞ്ഞയക്കരുതെന്ന്, അലീന ചേച്ചിയെ പറഞ്ഞയക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയണേ. അല്ല അച്ഛാ ചേച്ചി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അപ്പോൾ ഇതൊക്കെ ആരാ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അലീന ചേച്ചി പോകുമ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് അച്ഛൻ പോയത്, നമുക്ക് ഒരു പണിയുമില്ല, എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയണേ. അല്ലെങ്കിൽ തന്നെ നോക്കിയേ എന്തൊരു നല്ല കുട്ടിയാണ് അവൾ അല്ലേ, ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇന്ന് പോയത്, അവൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ പോകാം, എന്നിട്ടും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ പോയത്, എന്നിട്ട് ഒരു ഇത്തിരി ഇത് അമ്മ കാണിക്കുന്നില്ലല്ലോ എന്ന് പറയാണ് കൃഷ്ണയോട് കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇച്ചിരി കൂടുതലാണ്, അച്ഛനും അമ്മയൊന്ന് ഉപദേശിക്കണം കേട്ടോ, അമ്മയോട് പറയണം എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയണം. അച്ഛനൊന്ന് നല്ല സ്റ്റാൻഡിൽ നിന്നാൽ മതി, അച്ഛൻ പറയണം എടി വൈജയ് ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നതാണ് അവസാന വാക്ക്, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എല്ലിൻ്റെ എണ്ണം കൂടും പല്ലിൻ്റെ എണ്ണം കുറയും എന്നൊക്കെ പറയണം എന്ന് പറയുമ്പോൾ അതിനുശേഷം നിനക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതെന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം എന്നാൽ പിന്നെ ഇവിടെ പാത്രങ്ങൾ പൊട്ടുന്നതും ഗ്ലാസ് പൊട്ടുന്നതൊക്കെ കേൾക്കാം, നിനക്ക് നല്ല വഴക്ക് കേൾക്കാം, ചീത്ത കേൾക്കാം, അതുപോലെ തല്ലും കിട്ടും, അടുക്കളയിലാണെങ്കിൽ പാത്രങ്ങൾ ഒച്ചപ്പാടായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല, അതൊക്കെ വേണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് രോഹിത് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് കൃഷ്ണ. അപ്പോൾ ബാലചന്ദ്രനും പറയുന്നുണ്ട് എടാ മോനെ വന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പോൾ രോഹിത് മൈൻഡ് ചെയ്യാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അച്ഛനെന്ന് തല്ലിയതിൻ്റെ വാശി എന്ന് പറയുമ്പോൾ നീ പറഞ്ഞ നട്ടലിലുള്ള ഒരാണിൻ്റെ ഇത് കാണിച്ചതാണ് ഞാൻ, അതിന് കിട്ടിയതാണ്, ഇപ്പോൾ ഞാൻ അവന് ശത്രുവായി എന്നൊക്കെ പറയണം. അത് സാരമില്ല അച്ഛൻ, ഈ രോഹിയേട്ടൻ ഇങ്ങനെ ആയിപ്പോയത് അമ്മ കാരണമാണ്, അച്ഛൻ എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് അമ്മ രോഹിയേട്ടൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും, അതുകൊണ്ടാണ് രോഹിയേട്ടൻ ഇങ്ങനെ ആയിപ്പോയത്, അമ്മയാണ് എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം കൃഷ്ണ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ ഹാപ്പിയാണോ എന്ന് ചോദിക്കുകയാണേ. ആ ചോദ്യം കേട്ടിട്ട് ആകെ വല്ലാതായി പോവാണ് ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണ അങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ബാലചന്ദ്രന് സങ്കടം വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ കേട്ടപ്പോൾ. കാരണം വൈജയുടെ കൂടെയുള്ള ജീവിതത്തിൽ ഹാപ്പിയാണോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി, ഹാപ്പിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പിയാണ് എന്നും പറയാം അല്ല എന്നും പറയാം, രണ്ട് രീതിയിലാണ് എൻ്റെ ലൈഫ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. കൂടുതലൊന്നും പറയാതെ ബാലചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കൃഷ്ണയ്ക്ക് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീനയും നമ്മുടെ
അലീനയും നമ്മുടെ രേവതിക്കുട്ടിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോയിട്ടോ അലീനയും രേവതിക്കുട്ടിയും കൂടെ. അങ്ങനെ റൂമിലേക്ക് ചെന്നപ്പോൾ അലീന ഭയങ്കര സന്തോഷമാണ് അവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ അലീന ഒരു കവർ എടുത്തിട്ട് ഇത് ഞാൻ നിനക്ക് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ കവർ പൊട്ടിച്ച് നോക്കുമ്പോൾ ചേച്ചി എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചത്, എന്തിനാ കാശ് കളഞ്ഞു എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിനക്കല്ലാതെ വേറെ ആർക്കാ മോളെ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ ഒരു ചുരിദാറാട്ടോ. അത്ര വില പിടിച്ചതൊന്നുമല്ല, ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയണം. ചേച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മുടെ പൈസ നോക്കിയിട്ടാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ചേച്ചി എന്ത് വാങ്ങിച്ചു തന്നാലും എനിക്കതാണ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് എന്ന് പറയണം രേവതിക്കുട്ടി. അങ്ങനെ ആ ഡ്രസ്സ് തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാവാണ് കേട്ടോ രേവതിക്ക്. എന്നിട്ട് ചേച്ചി എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ കോള് വരുന്നത് കേട്ടോ. അപ്പം മനുവാണ് വിളിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടിയാണ് ഫോൺ എടുക്കുന്നത്. മനുശങ്കർ എന്ന പേര് കണ്ടിട്ട് ചേച്ചി ഇതേ ഒരു മനുശങ്കർ വിളിക്കുന്നു എന്ന് പറയണം. അത് ഇങ്ങ് തന്നെ ഞാൻ കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അലീന സംസാരിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട് അലീന നീ എവിടെയാണെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതി ആണെങ്കിൽ ആ ചുരിദാർ ഇങ്ങനെ മേല് വെച്ച് നോക്കണം ആ സമയത്ത്, എന്നിട്ട് ആ ചുരിദാർ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയോട് മനു സംസാരിക്കുന്നുണ്ട്. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതേ രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തി മനുവേട്ട എന്ന് പറയണം. എന്നിട്ട് എന്താ നീ ഒന്ന് വിളിച്ച് പറയാഞ്ഞത്, നീ അവിടെ എത്തിയോ ഇല്ലേ എന്നുള്ളത് അറിയാഞ്ഞിട്ട് എനിക്ക് ആകെ ടെൻഷനായിരുന്നു എന്ന് പറയാം കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല മനുവേട്ട, ഞാനിവിടെ എത്തി കുറച്ച് നേരെ ആയുള്ളൂ, ഇവിടുത്തെ സ്വീകരണവും സൽക്കാരമൊക്കെ കഴിയണ്ടേ. നീ അവിടുത്തെ VIP ആണോ എന്ന് ചോദിക്കുമ്പോൾ നല്ല സ്വീകരണമാണ് എനിക്ക് ഇവർ തന്നത്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് മനുവേട്ട, ഇവിടെ എൻ്റെ രേവതിക്കുട്ടിയുടെ ഭാഗ്യമാണ് ഈ വീട്ടിലെത്തിച്ചേരാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ നിനക്ക് ഭാഗ്യമില്ലാതായി പോയി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എൻ്റെ ഭാഗ്യം തന്നെയാണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത്, എനിക്ക് മുത്തശ്ശിയുടെ അടുത്ത് എത്താൻ പറ്റിയില്ലേ, നല്ല സ്നേഹമുള്ള മുത്തശ്ശി, പിന്നെ എന്തിനും സപ്പോർട്ടായിട്ട് മനുവേട്ടനും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം അലീന വരുമ്പോൾ കാണുന്നത് രേവതിക്കുട്ടി ആ ചുരിദാർ എടുത്ത് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിലെ മുന്നിൽ നോക്കി ഡാൻസ് കളിക്കുന്നതായിരിക്കും. നിനക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയാണ് അലീന. ചേച്ചി ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് മനുവേട്ടനാന്ന് പറയാം കേട്ടോ. മനുവേട്ടൻ അതാരാന്ന് ചോദിക്കുകയാണ് കേട്ടോ. മനുവേട്ടൻ അവിടുത്തെ മാഡത്തിൻ്റെ ആങ്ങളയുടെ മകനാണ്. മാഡോ എന്ന് ചോദിക്കുമ്പോൾ അതായത് അമ്മയുടെ ആങ്ങളയുടെ മകനാണ് എന്ന് പറയാട്ടോ. അതെന്തിനാ ചേച്ചി വിളിച്ചേ, അത് മനുവേട്ടൻ ആളെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ കാവൽ മാലാക എന്നൊക്കെ, അതുപോലെ ഒരു കാവൽ മാലാകയാണ് മനുവേട്ടൻ എനിക്ക് എന്ന് പറയാണ് അലീന. അന്ന് മുത്തശ്ശൻ്റെ കൂടെ അവിടെ വന്നത് മനുവേട്ടനായിരുന്നു. പിന്നെ മനുവേട്ടന് അവിടുത്തെ സാറും കൂടി വന്നിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറയാണ് അലീന. എന്താ ചേച്ചി മനുവേട്ടനായിട്ടൊരു ചുറ്റിക്കളി വല്ലതും ഉണ്ടോ, അമ്മയുടെ ആങ്ങളയുടെ മകൻ എന്ന് പറയുമ്പോൾ മനുവേട്ടൻ ചേച്ചിയുടെ മുറച്ചെറുക്കനല്ലേ, അപ്പോൾ എന്ന് പറയുമ്പോൾ ഒന്ന് പോടി അവിടുന്ന്. അങ്ങനെയൊന്നുമില്ല, മനുവേട്ടൻ നല്ല സ്നേഹമുള്ള ആളാണ്, ആ കുടുംബത്തിൽ നല്ല സ്നേഹമുള്ള ഒരുത്തനുണ്ടെങ്കിൽ അത് മനുവേട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ കൃഷ്ണമോളുണ്ട് കേട്ടോ, എനിക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ, അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമെന്ന് പറയുമ്പോൾ ഇത്തിരി കുശുമ്പ് കയറി കേട്ടോ രേവതിക്കുട്ടിക്ക്. കൃഷ്ണമോളും അതാരോ എന്ന് ചോദിക്കണം. എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ഞാനല്ലേ ചേച്ചിയുടെ അനിയത്തിക്കുട്ടി, ഞാനല്ലാതെ വേറെ അനിയത്തിക്കുട്ടിയൊന്നും ചേച്ചിക്ക് വേണ്ടെന്ന് പറയാണ്. എടി നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് വേറെ ആരും എന്ന് പറയാണ് അലീന. അങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഈ ഡ്രസ്സൊന്ന് ആൻറ്റിയും അങ്കിളിനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ വേഗം താഴേക്ക് ഇറങ്ങി പോവാണ് രേവതിക്കുട്ടി. അങ്ങനെ താഴേക്ക് രേവതിക്കുട്ടി ആൻറ്റിന്ന് വിളിച്ച് വരുമ്പോൾ ഗ്രേസമ്മ പെട്ടെന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ എന്താ ഈ പെണ്ണ് കാണിക്കുന്നതിനുള്ള രീതിയിൽ നോക്കണം. അപ്പോൾ ഇവൾ ഈ ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ഈ ചുരിദാർ ഇട്ട് ഇപ്പോൾ നിനക്ക് നന്നായി, ഈ ചുരിദാർ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇപ്പം നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ മാമച്ചാൻ്റെ മുന്നിലെത്തുമ്പോൾ മാമച്ചാന് പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോവാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ചേച്ചി അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയണം. ഞാൻ ഏതായാലും ഇനി ഇത് അഴിച്ചിടട്ടെ, ചേച്ചി പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് ഫ്രഷ് ആവാനായിട്ട് പറയാട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി രാത്രി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ രോഹിത് വരുന്നില്ല കേട്ടോ. അപ്പോൾ രോഹിത് ഭക്ഷണം കഴിക്കാൻ വരാത്തതിന് ബാലചന്ദ്രൻ ആ സമയത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് വൈജയന്തി. അപ്പോൾ കൃഷ്ണ ഇത്തിരി അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഏതിനും അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത്, അച്ഛൻ എന്ത് ചെയ്തിട്ടാണ്, ചേട്ടൻ ചെയ്ത് തെറ്റല്ലേ, ചേട്ടനെ അതുകൊണ്ടല്ല അച്ഛൻ ശിക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നീ മിണ്ടായിരിക്കടി, നീ ഇവിടുന്ന് തുള്ളിക്കേറി സംസാരിക്കുന്ന ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. അതേസമയം ഗ്രേസമ്മയോട് രേവതിക്കുട്ടി വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തോ ഒരു സൂത്രം ഒപ്പിക്കുകയാണ്, എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ, വേറെ ഒന്നുമല്ല, ഞാൻ ചേച്ചിയെ കൂട്ടിയിട്ട്
ജോമോൻ ചേട്ടൻ്റെ റൂമിലേക്ക് പൊക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ചേച്ചിക്ക് കാണിച്ചു കൊടുത്തോട്ടെ, ചേട്ടനെ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ആദ്യം വല്ലാതാവുണ്ട് കേട്ടോ. അത് വേണോ രേവതിക്കുട്ടിയും ചോദിക്കുമ്പോൾ വേണം ആൻറ്റി, പ്ലീസ് ആൻറ്റി, ഞാൻ ചേച്ചിക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ, ചേട്ടനെയും അതുപോലെ ഷെറിൻ ചേച്ചിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. എന്നാൽ ചെല്ല് ശരി എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയണേ. അപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നു രേവതിക്കുട്ടിക്ക്. എന്നിട്ട് ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ഓടിപ്പോവാണ്. അങ്ങനെ പിന്നെ രേവതിക്കുട്ടി അലീനയെ വിളിച്ചുകൊണ്ട് ജോമോൻ്റെ റൂമിൽ പോയിട്ട് അവിടെയുള്ള ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കുക. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും രേവതിക്കുട്ടി അലീനയും തമ്മിലുള്ള എപ്പിസോഡ് നല്ല രസമായിരിക്കും, രസകരമായിട്ടും. പ്രത്യേകിച്ച് മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെയും വീട്ടിലല്ല, അപ്പോൾ ഒന്നുകൂടെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരിക്കും.